ಭೂಮಿಗೆ ಒಂದು ಚರಮಗೀತೆ, ಕುಸಿದು ಬಿದ್ದ ಲೋಕ, ഭൂതത ಹಾಡು. കേട്ട് പേടിക്കേണ്ട, നമ്മുടെ മഹാകവികളായ ONVയുടെയും അക്കിത്തത്തിന്റെയും ഇടശ്ശേരിയുടെയും കൃതികളാണ് ഈ പറഞ്ഞത്. കന്നഡ സാഹിത്യപ്രേമികളുടെ പ്രിയ രചനകളാക്കി ഇവയെ മാറ്റിയിരിക്കുകയാണ് ബംഗളൂരുവിലെ ഒരു മലയാളി വനിത. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ONVയെയും ഇടശ്ശേരിയെയും അക്കിത്തത്തെയും ഒക്കെ കന്നഡികർ നെഞ്ചേറ്റുന്നുണ്ട്. അവർക്ക് ഇവരുടെയൊക്കെ കൃതികൾ കന്നഡ ഭാഷയിൽ വിവർത്തനം ചെയ്ത് ലഭ്യമാക്കിയിരിക്കുകയാണ് കൊല്ലം കണ്ണനല്ലൂർ സ്വദേശിയായ സുഷമ ടീച്ചർ. സുഷമ ടീച്ചർ ട്രാൻസ്ലേറ്റ് ചെയ്ത, വിവർത്തനം ചെയ്ത പുസ്തകങ്ങളാണിത്. ഇത് ONVയുടെ അക്ഷരമാണ്. ഇത് അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസമാണ്. ഇത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടാണ്. നമുക്ക് സുഷമ ടീച്ചറുടെ വിവർത്തന വിശേഷങ്ങൾ അറിയാം, ഭാഷാ പ്രവർത്തനത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. ಕೇಳಲಿಲ್ಲವೇ ದುಡಿ ನುಡಿತದ ಜೊತೆ ಕಾಲೆಲ್ಲಿ ತಾಮ್ರದ ಗಗ್ಗರೆಯ ಸದ್ದು അയ്യയ്യ ബറുവളു. സുഷമ ശങ്കർ ഒരു പാലമാണ്. മലയാളത്തെയും കന്നഡ ഭാഷയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹപ്പാലം. ഈ പാലം കടന്ന് കന്നഡ സാഹിത്യപ്രേമികളുടെ മനസ്സിൽ കൂടുകൂട്ടിയവരാണ് ONV കുറുപ്പും അക്കിത്തവും ഇടശ്ശേരി ഗോവിന്ദൻ നായരുമൊക്കെ. കന്നഡികർ മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കുകയാണ് പൂതപ്പാട്ടും ഭൂമിക്കൊരു ചരമഗീതവും അക്ഷരവും ഇടിഞ്ഞുപൊളിഞ്ഞ ലോകവും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും. കവികളുടെ ഭാവതീവ്രതയൊട്ടും ചോരാതെയാണ് സുഷമ ശങ്കറിൻ്റെ മൊഴിമാറ്റം. ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം കന്നഡയിൽ ഭൂമികെ ಒಂದು ചരമഗീതയായി മാറുമ്പോൾ നമുക്ക് ആസ്വദിക്കാം ഇങ്ങനെ. ಇನ್ನೂ ಸಾಯದ ಭೂಮಿ ನಿನ್ನಾಸನ್ನ മൃതിಯಲ್ಲಿ നിനക്കാത്മശാന്തി. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം കുസിതു പിത്ത ലോകയായും 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഇപ്പത്തനെയ ശതമാനത ഇതിഹാസയായും പൂതപ്പാട്ട് ഭൂതത ഹാടുവായും കന്നഡ നാട്ടിലെത്തി. കരഞ്ഞു ചൊന്നേൻ ഞാനന്നു ഭാവി പൗരനോടിങ്ങനെ, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. എൻ്റെ കന്നഡ ഇങ്ങനെയാണ്. ಅಳುತ್ತ ಹೇಳಿದೆ ನಾನಂದು ಭವಿಷ್ಯತ್ ಪ್ರಜೆಯೊಂದಿಗೆ ಹೀಗೆ, ಬೆಳಕು ದುಃಖವೇ ಕಂದ ತಮಸೇ സുഖമയವೆಂದು. കൊല്ലത്ത് നിന്ന് കർണാടകയിലെത്തിയ സുഷമ ശങ്കർ വൈകാതെ തന്നെ കന്നഡ ഭാഷയിൽ നിപുണയാകുകയായിരുന്നു. ദ്രാവിഡ ഭാഷകളെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാനും പഠിച്ചതോടെ വിവർത്തനവും മൊഴിമാറ്റവും എളുപ്പം വഴങ്ങി. ദ്രാവിഡ ഭാഷകളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരുടെ രചനകളെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റും നേടി. ദ്രാവിഡ ഭാഷ ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷൻ അധ്യക്ഷ കൂടിയാണിവർ. കന്നഡയെയും മലയാളത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഇവർ ഇരുഭാഷകളും സൗജന്യമായി പഠിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. വിവർത്തനം മാത്രമല്ല, സ്വന്തമായി നിരവധി പുസ്തകങ്ങളും ഇവർ രചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലായിരുന്നു പൂതപ്പാട്ടിൻ്റെ വിവർത്തനവും സ്വന്തം നോവലും പുറത്തിറക്കിയത്. മತ್ತೊಮ್ಮೆ ನನ್ನೆನಪುಗಳು ಮೇಯುವ ಅಂಗಳ ತಲುಪುವ ಆಸೆ, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ, ഇൻ റിപ്പോർട്ടർ, ബംഗളൂരു.